സാഹിത്യകാരനും പ്രഭാഷകനും അധ്യാപകനുമായ ജോയ് നായരമ്പലത്തിന്റെ അനുസ്മരണവും കവിയരങ്ങും സംഘടിപ്പിച്ചു. ഗാന്ധി വിചാരധാരയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം നടത്തിയത്. ഞാറയ്ക്കൽ ഗാന്ധി പഠന കേന്ദ്രത്തിൽ നടത്തിയ യോഗത്തിൽ ബാലസാഹിത്യകാരൻ സിപി പള്ളിപ്പുറം അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗാന്ധി വിചാരധാരയുടെ പ്രസിഡന്റ് മാത്യൂസ് പുതുശ്ശേരിയുടെ അധ്യക്ഷതയിലാണ് ജോയ് നായരമ്പലത്തിന്റെ അനുസ്മരണവും കവിയരങ്ങും സംഘടിപ്പിച്ചത്. പ്രശസ്ത ബാലസാഹിത്യകാരൻ സിപി പള്ളിപ്പുറം അനുസ്മരണ പ്രഭാഷണം നടത്തി. കലയിലായാലും രാഷ്ട്രീയ രംഗത്തിലായാൽ പോലും ചിലപ്പോ അതിൽ ഭാഗ്യവാന്മാരും നിർഭാഗ്യവാന്മാരും ചിലർക്ക് അമിതമായ രീതിയിലുള്ള ഉയർച്ച പെട്ടെന്ന് വരും. ചിലർക്ക് എത്ര ശ്രമിച്ചാലും എത്ര ഏറെ പണിപ്പെട്ടാലും കരകയറാൻ പറ്റാതെ വരും. ജോയ് നായരമ്പലം അതേപോലെ ഒരു ഹതഭാഗ്യനായിരുന്നു എന്നാണ് ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരാളെന്ന നിലയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. സ്നേഹചന്ദ്രൻ ഏഴിക്കര കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. കവിയരങ്ങിൽ ജയനാരായണൻ തൃക്കാക്കര, KV സാംസൺ, സരസൻ എടവനക്കാട്, നോബർട്ട് അടിമുറി, ഭാസുര സുമൻ, സരള എളങ്കുന്നപ്പുഴ, സായി ഗൗരി B, ക്ലീറ്റസ് പെരുമ്പിള്ളി, സ്റ്റീഫൻ റോഡ്രിഗസ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. കൂടാതെ അധ്യാപിക മരിയ ഗോറേറ്റി കവിതാസ്വാദന പ്രഭാഷണവും നടത്തി. യോഗത്തിൽ ക്ലീറ്റസ് പെരുമ്പള്ളി സ്വാഗതവും രാഘവൻ അയ്യമ്പള്ളി നന്ദിയും പറഞ്ഞു. ഒപ്പം PK ബാഹുലയൻ, വിജയൻ പാണ്ടിക്കുടി എന്നിവർ സമ്മേളനത്തിൽ സംസാരിക്കുകയും ചെയ്തു. നല്ല എഴുത്തിന്റെ ഒരു വലിയ പതിപ്പാണ് സ്നേഹേന്ദ്രൻ സാറിന്. അത് ഓരോ വരിയിലും കുറിച്ചിടുന്ന അദ്ദേഹത്തിന്റെ സമൂഹത്തിൽ നടക്കുന്ന ഈ നാശത്തിനെതിരെ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ ഓരോ വരിയും ഒരു അട്ടഹാസമായി, സമൂഹത്തിനെതിരെയുള്ള തിന്മയ്ക്കെതിരെയുള്ള അട്ടഹാസമായി അദ്ദേഹം മാറ്റാറുണ്ട്. ഈ വൈപ്പിൻകരയുടെ വടക്കേ അറ്റത്ത് മുനമ്പത്തുള്ള 680 കുടുംബങ്ങൾക്ക് ഡെമോക്രസിൻ്റെ വാള് പോലെ തങ്ങൾ എന്നാണ് തൻ്റെ കുടിലുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്നതിനെക്കുറിച്ച് പേടിച്ചരണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.